ക്രിസ്മസിൽ ഇപ്പോൾ ബേക്കിംഗ് ടൈമാണ്. നമ്മൾ കുറേ കേക്ക് കണ്ടു, പല ടൈപ്പ് കേക്ക് കണ്ടു. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഈ കേക്ക് എന്ന് പറഞ്ഞ സംഭവമാണെങ്കിൽ എപ്പോൾ വീട്ടിലുണ്ടാക്കിയാലും നമ്മൾ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ എത്ര എക്സലന്റ് റെസിപ്പി ആയാലും യൂട്യൂബിൽ നോക്കിയിട്ടായാലും എത്ര എക്സലന്റ് റെസിപ്പി ഫോളോ ചെയ്താലും എവിടെയെങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പാളും. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്ക് വേറെ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്ക് വേറെ. അപ്പോൾ ഒബ്വിയസ്ലി ഇത്രയും അധികം കേക്ക് സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്രയും സെല്ല് ചെയ്യുന്ന ഇവർക്കാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കൊച്ചിൻ ബേക്കറിയുടെ ബേക്കർ ഉണ്ട് എൻ്റെ കൂടെ. ആൻഡ് നമ്മളിവിടെ ഒരു ചെറിയ കേക്ക്, ഒരു ക്രിസ്മസ് കേക്ക് ആൻഡ് ക്രിസ്മസിന് നമുക്ക് വേണ്ടി പുള്ളി ഉണ്ടാക്കാൻ പോവാണ്. എന്താ ചേട്ടാ പേര്? എൻ്റെ പേര് അനീഫ. അനീഫ. എവിടെയാ സ്ഥലം? മലപ്പുറം. ഇപ്പം കേക്കിന്റെ എക്സ്പേർട്ട് ആണ്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം ഒരു ട്രേകളൊക്കെ കേക്കിന് വേണ്ട ട്രേകൾ പാത്രങ്ങൾ റെഡി ആക്കുക. അതെങ്ങനത്തെ ട്രേ ആണ്? ഇതുപോലല്ല, ഇത് ടൈപ്പുള്ള വലിയ ട്രേ. അതിൽ പേപ്പർ ആഡ് ചെയ്യാം. തുടങ്ങാം. ഇപ്പോൾ ക്രിസ്മസ് കേക്കാണ്. അത് സ്പഞ്ചാണ്. ഇത് മൈദ ഉണ്ട്, പാൽപ്പൊടി, കോഴിമുട്ട, വെള്ളം, ഷുഗർ. മിക്സ് ചെയ്യണം. ഓയിലിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓവനിൽ പൊങ്ങി വരും. ഒരു 10 മിനിറ്റ്. ആ സ്പഞ്ചാണിത്. ഇത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. ഇതിങ്ങനെ ലെയർ ചെയ്യണം. ഒരേ ലെവലിലോ. അതെ, ആ ഒരു കത്തി തന്നെ നമുക്കറിയാം കാണുവാണെങ്കിൽ. സാൻഡ്വിച്ച് ബ്രെഡ് മുറിക്കുന്ന കത്തി അറിയാമല്ലോ, നമ്മൾ നോർമലി സാൻഡ്വിച്ചിനുള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിക്കുന്ന, ബണ്ണ് മുറിക്കുന്ന അതേപോലെ ഡിസൈൻ ഒക്കെ ഉള്ള കത്തിയാണ്. അപ്പോൾ അത് വെച്ച് കെയർഫുൾ ആയിട്ട് മുറിച്ചെടുക്കാം. പുള്ളി ഭയങ്കര സ്പീഡായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പക്ഷേ കുറച്ച് കെയർഫുൾ ആയിട്ട് മുറിച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലെയർ കൂടെ മാറ്റി വെച്ചു. ഈ ലെയറിൽ നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യും. ഫ്രഷ് ക്രീം ഒറിജിനൽ ഫ്രഷ് ക്രീം. ഷുഗർ, കുറച്ച് ഷുഗർ ആഡ് അതെ. ഇത് ബ്ലൂബെറിയാണ്. ഇത് കുറച്ച് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കൊടുക്കും. ഒന്നിങ്ങനെ അതെ അതെ. ഇങ്ങനെ റോൾ ചെയ്യാം. ഇത് ബ്രൗൺ പേപ്പർ, സാധാ ബ്രൗൺ പേപ്പർ. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ റോളാക്കി വെക്കാം, മാറ്റി വെക്കും. ഇതൊരു അരമണിക്കൂർ, 1 മണിക്കൂർ ഒരു മണിക്കൂർ ഇതുപോലെ റോൾ ആക്കിയിട്ട്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ രണ്ടാക്കി മുറിക്കുക. അതിനുള്ള ഒരു സൈഡിൽ ഫ്രഷ് ക്രീം, ഒരു സൈഡിൽ എന്തായാലും ബ്ലൂബെറി തേച്ച് നല്ലോണം മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് റോൾ ആക്കിയിട്ട് ആ ബ്രൗൺ പേപ്പറിൽ വെച്ച് ഒരൊറ്റ റോൾ ആക്കിയിട്ട് മാറ്റി വെക്കും. അങ്ങനെ നമ്മൾ അരമണിക്കൂർ റോൾ ചെയ്ത് വെച്ച് സ്പഞ്ചായി. അപ്പം അടുത്ത എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകണം. ഈ ഒരു സംഭവം കാണുമ്പോൾ എന്താ വെച്ചാൽ ഇതിനോട് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ബന്ധമാണ്. ഏത് കേക്ക് മേടിച്ചാലും ലാസ്റ്റ് നമ്മൾ ഈ ചോക്ലേറ്റിന്റെ റാപ്സ് അതുപോലെ ഈ ഒരു സംഭവങ്ങളൊക്കെ പറയാം, നമുക്ക് ഇതിൽ പറ്റിപ്പിടിച്ചെടുക്കുന്ന മാക്സിമം നമ്മൾ ഇതിങ്ങനെ എന്താ പറയുക എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ നോക്കും. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ബന്ധമാണ് ഇത് കാണുമ്പോൾ. ഇതിന്റെ ലാസ്റ്റ് എൻ്റെ അമ്മ പറയാം, അതിന്റെ പേപ്പർ ഞാൻ നിന്റെ വായു പോകും എന്ന് പറയുമ്പോഴാണ് ഞാൻ അത് കളയും. അപ്പം അങ്ങനെ ഒരു സംഭവം വെച്ചു. കേക്ക് ബോർഡ് നമ്മള് സ്പഞ്ച് നേരത്തെ റോൾ ചെയ്ത് എടുക്കുന്നു. കഴിഞ്ഞ് എടുക്കുന്നു. ഇങ്ങനെ പേപ്പർ നിർത്തിയതിന് ശേഷം നമ്മളിതിന്റെ മുകളിൽ വെക്കും. റോളായിട്ടാണ് വേണ്ടത്. അതിന്റെ ഫിനിഷിന് വേണ്ടിയിട്ട് 2 സൈഡ് നമ്മളിന്ന് ഇങ്ങനെ ലെവലാക്കി കൊടുക്കും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ച് അടുത്തായിട്ട് നമ്മൾ ഇതിന് വേണ്ട ക്രീമുകൾ ഇതാക്കണം. ഇത് ഫ്രഷ് ക്രീമിൽ നമ്മൾ ചോക്ലേറ്റിന്റെ സിറപ്പ് ആഡ് ചെയ്യും. ഇതിൽ ചോക്ലേറ്റ് ഉണ്ട്, ഓൾറെഡി ചോക്ലേറ്റ് കുറച്ചുണ്ട്. ഇതിന്റെ സിറപ്പ് നമ്മൾ വെക്കും. ചോക്ലേറ്റ് കളറിന് വേണ്ടിയിട്ടുള്ള ഇത് ഒറിജിനൽ ചോക്ലേറ്റ്, ഒള്ളി ചോക്ലേറ്റ് മാത്രമാണ്. പ്യൂർ ചോക്ലേറ്റ്. ഇങ്ങനെ നേരിട്ട് കൊടുക്കാൻ മതി. ഇളക്കി കൊടുക്കിട്ട് ആ ഒരു ക്രീം, വെള്ള ക്രീമിനകത്ത് നല്ല കറുത്ത ചോക്ലേറ്റ് മിക്സ് ആവുന്നതിനേക്കാൾ അത് കഴിക്കുന്നതാണ്
ഇങ്ങനെ അടി നന്നായിട്ട് എടുക്കാം, നന്നായിട്ട് എടുക്കാം. നമ്മുടെ എല്ലാ ശക്തിയും കാണും. അതെ. ശരിക്കും ആ ഒരു ചോക്ലേറ്റ് ബാർ ഇങ്ങനെ മെൽറ്റ് ആയ രൂപമായി. അതെ അതെ ഇത്ര മതി. നമ്മൾ ഇതിന്റെ സൈഡ് ക്രിസ്മസ് കേക്കുകൾ ഉണ്ടാക്കുന്നത്, അപ്പൊ അതിന്റെ സൈഡിൽ വരെ പീസുകൾ കൊടുക്കണം. ഇതാണ് ഡിസൈനർ കേക്ക് ഒക്കെ ആണ് കേട്ടോ. ഡിസൈനർ സൽവാർ എന്നൊക്കെ പറയുന്ന പോലെ ഡിസൈൻ കേക്ക് ഉണ്ടാക്കുന്നത്. വെറുതെ നമ്മൾ അവിടെ ഇവിടെയും കാണുന്ന റൗണ്ട് ക്ലീഷേ സ്റ്റൈലുള്ള റൗണ്ട് കേക്ക് ഒന്നുമല്ല, റൗണ്ട് സ്ക്വയർ ഒന്നുമല്ല. നമ്മള് മാക്സിമം കുട്ടികൾക്കൊക്കെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന പോലുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ക്രീം കുറച്ച് കൊടുക്കും. നമ്മൾ ഒന്ന് കട്ട് ചെയ്യാൻ പറയാ, ഇവിടെ കൊടുക്കും. പശ പോലെ പശ കൊടുക്കുക. ഇതിങ്ങനെ വല്ല പ്രസ് ചെയ്യാൻ കൊടുക്കുക. ഒട്ടിച്ച് മരത്തിന്റെ പശ കൊടുക്കും. ഇങ്ങനെ വെക്കുന്നു. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ കേക്കിന് തേച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, ഇത്രയധികം കാലറിയാണ് നമ്മൾ കഴിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്ക് കൊണ്ട്. പക്ഷെ സ്വാദ് ഉണ്ടാവണമെങ്കിൽ കാലറി ഒക്കെ അത്യാവശ്യം വേണം. സാധനം സ്വാദ് എന്ന് നോക്കിയായാലും അതിൽ അത്യാവശ്യം നല്ല ഫാറ്റും കാലറിയും തീർച്ചയായിട്ടും. മാക്സിമം സ്വാദുള്ള ഭക്ഷണം കഴിക്കുക, അത്രയും വർക്ക്ഔട്ട് ചെയ്യാന്ന് മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെ ഫുൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു എന്താ പറയാ വെച്ചില്ലേ, അതിന് ഫുൾ ഒരു തരി ഗ്യാപ്പ് ഇല്ലാണ്ട് ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യും. ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്യണം. സ്പഞ്ച് വളരെ സോഫ്റ്റ് ആയിരിക്കും. സ്പഞ്ച് വളരെ സോഫ്റ്റ്, വായിൽ വെച്ചാൽ അലിഞ്ഞു പോണ സോഫ്റ്റ് ആണ്. മാക്സിമം ഡെലിക്കേറ്റ്. എങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത്? നമ്മൾ ഒരുപാട് വർഷമായി ബേക്കറിക്ക് ഗുരു പറഞ്ഞാൽ ഒരു സിദ്ദീഖ് എന്ന് പറയും, പട്ടാമ്പി. ഇങ്ങനൊരു സമയത്ത് അദ്ദേഹത്തിന് ഓർക്കണം. പൊതുവെ നിങ്ങള് മലപ്പുറം എന്നല്ലേ പറഞ്ഞത്? മലപ്പുറം കോഴി ബിരിയാണിയുടെ ആൾക്കാരല്ലേ? കേക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയല്ലോ. കോഴി ബിരിയാണി, ബീഫ് ഫ്രൈ, അതെ എല്ലാം ഉണ്ട്. മലപ്പുറത്ത് നിന്നൊക്കെ വന്ന് നമ്മുടെ ഇവിടുത്തെ ബെസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന ആളെന്ന് പറയുന്നത് മലപ്പുറത്ത് നിന്ന് വന്ന ആളാണ്. ഇതിപ്പോ ആക്ച്വലി ഏകദേശം ഒരു രൂപ. എനിക്ക് ആദ്യം മനസ്സിലാവുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഇത് അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്തു എന്നൊക്കെ അല്ലാണ്ട് ഇത് എന്താണ് എങ്ങനെയാന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് ഏകദേശം എന്താന്നുള്ള ഒരു രൂപം മനസ്സിലാവും. മാക്സിമം നമ്മൾ ഫില്ല് ചെയ്യുന്നു അത്രയും ആയിരിക്കും അല്ലേ കേക്ക്? ചോക്ലേറ്റ് ആണ് അതിനകത്തുള്ള സ്പഞ്ചിനേക്കാളും കൂടുതൽ ചോക്ലേറ്റ് ആണ് അതില്. ഇനിയിപ്പോ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ഒരു ഷേപ്പ് വരണ്ടേ മരത്തിന്റെ, അതിന് വരാൻ വേണ്ടി ദൈവം പോലും ചെയ്യാത്ത ആർട്ട് വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊർക്കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര മൈന്യൂട്ട് ആയിട്ട് ഭയങ്കര ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന അത്രയും കോൺസെൻട്രേഷൻ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് പിന്നെ അങ്ങനെ ഒരു യൂണിഫോം ആവണ്ടല്ലോ അല്ലേ? ഇങ്ങനെ കുറച്ച് ഫിനിഷ് വേണ്ട, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഫിനിഷ് ഫിനിഷിംഗ് ആക്കി പട പറിച്ചു വെച്ച പോലെ ആവരുത് എന്നൊക്കെ പറയുമ്പോ കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ അങ്ങനത്തെ അതിൻ്റെതായ രീതി വരണ്ടേ. അങ്ങനെ മരമായി ഇനിയിപ്പോ ഇതിന്റെ ഇനിയിപ്പോ വേറെ ഡെക്കറേഷനുകൾ നമുക്ക് ചെയ്യാനുള്ളടുത്ത് മോഡേൺ ആർട്ടിനെ പോലെ ഇതിനെ നോക്കി നമ്മളൊരു കഥയൊക്കെ പറയണം. ഒരു പുല്ലിൽ കിടക്കുന്ന മാതിരിയാണെങ്കിൽ നമുക്ക് ഇനി ഗ്രീൻ കളറിൽ ഈ ബോർഡുമല്ലൊക്കെ എങ്ങനെ വേണമെങ്കിൽ കിടത്താം. മഞ്ഞൾ കിടത്താം, അല്ല മഞ്ഞൾ കിടത്താം, നമ്മള് പുല്ലിൽ കിടത്താം. അപ്പൊ നമ്മൾ പുല്ല് കിടത്താൻ അതിനുള്ള മിക്സിങ് ചെയ്യണം. കളർ പുല്ലാണ് വേണ്ടത്. അപ്പൊ അതിന് പച്ച കളർ ട്രൈ ചെയ്തോളി. അതെ ഫസ്റ്റ് ഈ ബോൾ എടുക്കുക, കുറച്ച് ഫ്രഷ് ക്രീം ഇത് ആഡ് ചെയ്യുക. കുറച്ച് ഒരു സ്പൂൺ എടുത്തു. ഇത് നമ്മുടെ ലിക്വിഡ്
ഗ്രീൻ ലിക്വിഡ്. ഓ, വെള്ളയിലേക്ക് കറുപ്പ് വീഴുന്നേക്കാളും ഭംഗിയാണ് വെള്ളയിലേക്ക് പച്ച വീഴുന്ന കാണാനായിട്ട്. പച്ച കളറ് ഒഴിച്ചു നമ്മള്. ഇനി ഇത് മിക്സ് ചെയ്യാം അല്ലേ? മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് കായികാധ്വാനുള്ള പണിയാണ്. ലൈറ്റ് പച്ച, കുറച്ചും കൂടി ഡാർക്ക് ആവണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പച്ച വെച്ച് കൊടുക്കണം. പുല്ലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പച്ച കളർ ഉണ്ടാവും. കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളപ്പോൾ വന്ന വഴി മറക്കരുതാരും. സ്പഞ്ച് കൊണ്ടുവയ്ക്കുക, രണ്ടായിട്ട് മുറിക്കുക. സ്പഞ്ച് ഉണ്ടാക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രണ്ടായിട്ട് മുറിക്കുക, അതിൽ കുറച്ച് ക്രീമും ഒരു സൈഡിൽ ബ്ലൂബെറി അല്ലേ, മടക്കി വെക്കുക. മടക്കി ബ്രൗൺ പേപ്പറിൽ റോൾ ചെയ്ത് വെക്കുക, അരമണിക്കൂർ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വെച്ച് 2 സ്പഞ്ച് ഉണ്ടായിരുന്നു, ഒന്നും വുഡായിട്ട് വെച്ചു. ഡിസൈൻ ഇതിലും നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ആർട്ട് വർക്ക്, നമ്മുടെ ഒരു മൈൻഡ് പോകുന്നത്, അതുപോലെ നമുക്ക് ആർട്ട് വർക്ക്സ് നമ്മളിപ്പോൾ ഒരു വുഡ്, ആ വുഡിന് 2 അറ്റാച്ച്മെന്റ്, മേലൊരു അറ്റാച്ച്മെന്റ് വെച്ചു. അതിന്റെ മേലെ മുഴുവൻ നമ്മൾ വൈറ്റ് ക്രീമിൽ ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത് ഫുൾ അടിച്ചിട്ട് ചോക്ലേറ്റ് ഒരു മരത്തിനെ സൃഷ്ടിച്ചു. ഇനി ആ മരം കടക്കുന്നത് നമ്മുടെ പുല്ലിലാണ്. ഇപ്പൊ പുല്ലും നമ്മളിവിടെ ക്രീമും പച്ച കളറും കൂടെ പുല്ല്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ ബോർഡിൻ്റെ സൈഡിൽ കൊടുക്കണം. എനിക്കതൊരു കവർ എടുക്കുക. ഇതിൻ്റെ ഇവിടെ നോസിലുണ്ട്. അപ്പോൾ ബാഗിൽ നിറക്കുക നമ്മൾ കളർ. ഇതിലും പേര് ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുന്നതാന്ന് തോന്നുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല മെനക്കെട്ടുള്ള പണിയാണ്. ഞാൻ കേക്കൊക്കെ കാണുമ്പോഴത്തേക്കും ഇതിങ്ങനെ വെക്കുന്ന കേക്ക് വരുന്നു. അത്ര അതിന്റെ പുറകിലുള്ള ഒരു അധ്വാനം എന്ന് പറയുന്നത്. അത് ഫിനിഷിന് വേണ്ടി കുറച്ച് ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ പുല്ലുണ്ടാക്കൽ മാത്രമാണ് ഞാൻ അതിൽ കുറച്ച് എളുപ്പമുള്ള കാര്യമായിട്ട് കണ്ടത്. അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ കേക്ക്. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ പുല്ലൊന്നും അല്ല വരുന്നത്, മാവാവും. ഓക്കെ, അപ്പം നമ്മൾ നിറയെ പുല്ലൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി ജസ്റ്റ് നമ്മൾ ഈ തടി കട്ട് ചെയ്ത മാതിരി ഒരു സൈഡിൽ വരണ്ടേ, അതിനിങ്ങനെ നമ്മളിത് കരാമിലാണ് മുമ്പ് ചെയ്ത് വെച്ചാണ്. ബാക്കിൽ കരാമിലാണ് സൈഡ് കത്തിരി ചെറുങ്ങനെ ഓളാക്കിയിട്ട്. അതിങ്ങനെ ഓരോരോ കണ്ടുപഠിക്കും നമ്മൾ ഓരോ ഇതിൽ. വർക്ക് കിടത്തി അലങ്കരിക്കണം. സാധാരണ ഒരു മരമൊക്കെ വീണ് കിടക്കുമ്പോൾ എന്താ അതിന്റെ മേലുണ്ടാവും, അതിന് മുകളിൽ വേറെ കുട്ടി ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ കുട്ടിച്ചെടികളെ വെക്കാൻ പോവാണ്. കുറേ കുട്ടിച്ചെടികളുണ്ട്. ക്രിസ്മസ് ട്രീ മാതിരി. ക്രിസ്മസ് സത്യം പറഞ്ഞാൽ നമ്മുടെ സാന്റ വരുമ്പോ സാന്റ അല്ല, ചാരിറ്റിൽ വരില്ലേ, വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ് ഒക്കെ പാടിയിട്ട് അത് വരുന്ന ആ ഒരു ചാരിറ്റ് വരുന്ന വഴിയിലൊക്കെ കിടക്കുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയത്. ഒരു കുട്ടി വീട്, ചിന്ന വീട് വെച്ച്, പിന്നെ മെറി ക്രിസ്മസ് ടോയ്. നമ്മുടെ കേക്ക് ആൻഡ് ക്രിസ്മസിൽ മെറി ക്രിസ്മസ് വന്നു. ഇനി ഒരു മെറി ക്രിസ്മസ് വേണോ? ബോർഡ് വെച്ച പോലെ ഈ വഴികാട്ടി വെക്കൂല, ഇങ്ങനെ ബോർഡ് എങ്ങനെ അതുപോലെ. അപ്പൊ അങ്ങനെ ഒരു പൂ കൂടെ കേട്ടോ, എന്തായാലും കൊണ്ടുവന്നല്ലേ. അപ്പൊ എല്ലായി നമ്മള് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ്. ഇത് പക്ഷെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇരുന്നൊന്ന് സെറ്റ് ആവണം അല്ലേ? സെറ്റ് ആവണം. നമ്മൾ ഫ്രീസറിൽ വെക്കും. എത്ര നേരം ഫ്രീസറിൽ വെക്കും? ഒരു ഹാഫ് അവർ 1 അവർ. അപ്പൊ ഇനി എന്താ ചെയ്യാനുള്ളത്? നമ്മൾ മാക്സിമം എല്ലാം ചെയ്തു. നമ്മളൊരു ഹാഫ് ആൻ അവർ ടു 1 അവർ നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട്, ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ ഇങ്ങോട്ട് ഒന്ന് താഴ്പോകും. അപ്പൊ അതുകൊണ്ട് ഫ്രീസറിൽ വെച്ച് നമ്മൾ മാക്സിമം ചില്ല് ചെയ്തിട്ട് കേക്കായിട്ട്. അപ്പൊ നമ്മുടെ കേക്ക് ആൻഡ് ക്രിസ്മസില് ഹനീഫ ഉണ്ടാക്കി തന്ന കൊച്ചിൻ ബേക്കറിയുടെ നല്ല ബ്യൂട്ടിഫുൾ കേക്കില് ഹനീഫ ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് മെറി ക്രിസ്മസ് ആയി. കേക്ക്, ഫ്ലവർ, വീട്, പുല്ല്, ചാരിയറ്റ്, ഇനി എന്താ വേണ്ടത്? വേണമെങ്കിൽ ഇന്ന് മുഴുവൻ സാന്റായും കൂടെ വെച്ച് കഴിഞ്ഞാൽ പൂർത്തി. അപ്പം യുഎയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ബെസ്റ്റ് എവർ കേക്ക് ഇഫ് യു വാണ്ട് ടേസ്റ്റ് കം ഡൗൺ ഹിയർ. ഹനീഫ ഉണ്ടാക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ബേക്ക്ഡ് ക്രിസ്മസ് കേക്ക്.
ഹാവ് മൈ കേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കേക്ക് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അതിന് ഇനിയിപ്പം ഐ വിൽ ടേക്ക് ഒരുപാട് സമയം എടുക്കും കേട്ടോ. കുറച്ച് പെട്ടെന്നൊന്നും സെലക്ട് ചെയ്യാൻ പറ്റൂല. അത്രയും കേക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ വിചാരിച്ചോ പിന്നെ ആണോ എന്നൊക്കെ ഒരു അതിശയോക്തി തോന്നിയിട്ടുണ്ടാവില്ലേ. എന്തുകൊണ്ടാണ് കൊച്ചിൻ ബേക്കറി ഇസ് ദ ബെസ്റ്റ് ബേക്കറി ഫോർ ദ കേക്ക്സ് അല്ലെങ്കിൽ ഫോർ സ്വീറ്റ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പം കുറച്ച് അത് ഇത്തിരി അഞ്ജന പറഞ്ഞതല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ആൻഡ് ഇവിടുത്തെ ഒരു ബെസ്റ്റ് ബേക്കറാണ് നമുക്ക് ബെസ്റ്റ് ബേക്കറാണ് നമുക്ക് നല്ലൊരു കേക്ക്. ഈ ഒരു സ്പെഷ്യൽ വൺ ഓഫ് ദ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ആ ഒരു കേക്ക് നമുക്ക് നമ്മുടെ മുന്നിൽ ബേക്ക് ചെയ്ത് ഉണ്ടാക്കി തന്നെ എപ്പോഴും കുറേ കുട്ടി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ലേ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക്സ് ആൻഡ് ക്രിസ്മസ് കൊച്ചിൻ ബേക്കറിയുടെ കൂടെയായിരുന്നു വീണ്ടും. അപ്പം നമ്മൾ ഇനിയും അടുത്തൊരു സംഭവം തപ്പി വീണ്ടും ഇവിടെ തന്നെ എത്തിച്ചേരും എന്നുള്ള ഒരു എന്താ പറയുക എക്സ്പെക്ടേഷനിലൂടെ ഇവിടുന്ന് പതുക്കെ പാക്കപ്പ് ചെയ്യാനുള്ള സമയം. പാക്കപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ക്യാമറ പാക്കപ്പ് ചെയ്യാനുള്ള സമയം. ആൻഡ് ഐ ആം ഗോണ എക്സ്പ്ലോർ ദ തിങ്സ്. കേക്ക്സ് ഒക്കെ പറയും ഇത്രയധികം കേക്ക്സ് ഉണ്ടാകുമ്പോൾ ഒരു പീസെങ്കിലും കഴിച്ചു നോക്കാണ്ട് എങ്ങനെ ഇറങ്ങും. അപ്പം ലെറ്റ് മീ സ്റ്റാർട്ട് മൈ ക്രിസ്മസ് ഇയർ ആൻഡ് ഹോപ്പ് യു ഓൾ ആർ ഹാവിംഗ് എ ഗ്രേറ്റ് ക്രിസ്മസ്. അപ്പം once again wishing you one and all a merry Christmas and a happy new year. നമുക്ക് വീണ്ടും വേറെ ഒരു ബേക്കറിയിലും വേറെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് കാണാം. This is Anjana Nair signing out from Cochin Bakery, Damascus Street, Kisses, Dubai. Bye.